യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം ചെയ്തു. മേലിൽ പിന്നിലേക്കിൽ അല്പവും യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. ഗിദെയോൻ പേടിച്ചു, ഗിദെയോൻ ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ അരുളപ്പാട് ഗിദെയോൻ ലഭിച്ചത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്നാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഗിദെയോന് ധൈര്യം കൊടുക്കുന്നതായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഗിദെയോനെ ബലപ്പെടുത്തുന്നതായിരുന്നു. ഭീരുവായ ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് കോതമ്പ് മെതിക്കുകയായിരുന്നു. മിദ്യാന്യരെ ഭയപ്പെട്ട് ശത്രുസൈന്യം കൂട്ടം കൂട്ടമായി വന്ന് വെട്ടിക്കിളി പറന്നു വരുന്നത് പോലെ ശത്രുസൈന്യം വന്ന് എല്ലാം കൊയ്തു കൊണ്ടുപോകും. കൊയ്തു വെച്ച കറ്റകൾ കൂട്ടമായി എടുത്തുകൊണ്ട് പോകും, എല്ലാം കവർ ചെയ്തുകൊണ്ട് പോകുമെന്ന് ഭയന്ന് ഗിദെയോൻ അമ്പരപ്പോടെ നിന്ന് ആ മുന്തിരിച്ചക്കിനരികെ വെച്ച് കോതമ്പ് മെതിക്കുകയായിരുന്നു. അവിടെ നിത്യനായ ദൈവം ഗിദെയോന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഗിദെയോനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഭയചകിതരായിരിക്കുന്ന ജനസമൂഹത്തിന് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും പകരുന്ന നിത്യനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ സ്പർശിക്കട്ടെ, നമ്മെ ഉണർത്തട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭീരുത്വം കർത്താവ് മാറ്റട്ടെ, നമ്മുടെ ഭയപ്പാടുകൾ കർത്താവ് മാറ്റട്ടെ, ശത്രുഭീതി നമ്മിൽ നിന്ന് മാറ്റട്ടെ, എതിരാളികളിൽ നിന്ന് വരുന്ന ഭീതിയെക്കുറിച്ചുള്ളതായ ഭയം നമ്മിൽ നിന്ന് മാറ്റട്ടെ, നമ്മുടെ ഹൃദയത്തിലെ ഭീരുത്വം അകറ്റട്ടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ധൈര്യം പകരട്ടെ. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ദൈവം ഗിദെയോനോട് കൽപ്പിച്ചു. 6-ാം അധ്യായം 12-ാം വാക്യം അങ്ങനെയാണ് നാം കാണുന്നത്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം ഗിദെയോന് ധൈര്യം കൊടുക്കുന്നതായിരുന്നു. എന്നാൽ ധൈര്യം കിട്ടുന്നതിന് തടസ്സം പിന്നെയും ഉണ്ടായിരുന്നു. അവിടെ ഇസ്രായേൽക്കാർ ശത്രുവിന് ഇടം കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് മിദ്യാന്യ സൈന്യം വന്ന് ഇസ്രായേൽക്കാരെ ഉപദ്രവിച്ചത്, കവർ ചെയ്തത്? മിദ്യാന്യർ ശത്രു സമൂഹം വന്ന് ദൈവജനത്തെ കഠിനമായി പീഡിപ്പിക്കാൻ കാരണമെന്താണ്? ശത്രുഭയം ഉണ്ടാകുന്നതിന് മുഖാന്തരം എന്താണ്, കാരണം എന്താണ്? അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എതിർപ്പുകളും പോരാട്ടങ്ങളും ആക്രമണങ്ങളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നിരന്തര ഉപദ്രവങ്ങളും ശത്രുഭീതിയും എല്ലാമായി നമ്മിൽ പലരും വലയുന്നവരാണ്. നമ്മുടെ കുടുംബങ്ങൾ തകർന്ന് കിടക്കുകയാണ്. പല കുടുംബങ്ങളും മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തിയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല, സ്വൈര്യമില്ല, സന്തോഷമില്ല, ഐക്യമില്ല. അനേകം കുടുംബങ്ങൾ ഇന്ന് ഉടഞ്ഞു തകർന്ന് കിടക്കുകയാണ്. ഇന്ന് വീടുകളുണ്ട്, പക്ഷേ കുടുംബങ്ങളില്ല. വീടുകളുണ്ട്, നല്ല ഭവനങ്ങളുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്, പക്ഷേ കുടുംബങ്ങളില്ല. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിരിക്കുന്നു. പരസ്പരം ഭിന്നത, പരസ്പരം സംശയം, പരസ്പരം മതിപ്പില്ലായ്മ, പരസ്പരം അഭിപ്രായ വ്യത്യാസം, പരസ്പരം ഇണക്കക്കുറവ്, പരസ്പരം ഉള്ളിൽ അകൽച്ച, പിണക്കം. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങളിൽ നിന്ന് തകർന്നു കിടക്കുകയാണ്. അടിക്കടി ദുരിതങ്ങളും ആപത്തുകളും വന്ന് ശത്രുവിൻ്റെ ഭീകരമായ ആക്രമണത്തിൽ അനേകം കുടുംബങ്ങൾ ആടി ഉലയുകയാണ്. എന്താണ് ശത്രുഭീതിക്ക് കാരണം? മിദ്യാൻ ദൈവജനത്തെ ആക്രമിക്കാൻ, മിദ്യാന്യർ വന്ന് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ എന്താണ് കാരണം? 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിലേൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ ശത്രുവിന് ഇടമുണ്ടായി. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ, ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ പറയും, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന്. സാത്താൻ ഇടം കൊടുക്കരുത്. പൈശാചികൻ കയറി വരാൻ
വിടവുണ്ടാക്കി കൊടുക്കരുത്, വാതിൽ തുറന്നു കൊടുക്കരുത്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കളുടെ മേലുണ്ടായിരുന്ന ദൈവീക സംരക്ഷണത്തിൻ്റെ വേലി പൊളിഞ്ഞുപോയി. ദൈവത്തിൻ്റെ സംരക്ഷണം ദുർഗം പോലെ, കോട്ട പോലെ ശരണമായി നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ, പിശാചിന് അവകാശം വരുമ്പോൾ സാത്താൻ ഇടം കിട്ടുകയാണ്. നമ്മുടെ പാപത്തിൽ കൂടി പിശാച് അകത്ത് കിടക്കും, ആ വിടവിൽ കൂടി പിശാച് അകത്ത് കിടക്കും. അവൻ നമ്മെ ആക്രമിക്കും. കഷ്ടങ്ങൾ വരുന്നത് അങ്ങനെയാണ്, നഷ്ടങ്ങൾ വരുന്നത് അങ്ങനെയാണ്, അത്യാഹിതങ്ങൾ വരുന്നത് അങ്ങനെയാണ്. ശാപദോഷങ്ങൾ പിന്തുടരുന്നത് പോലെ തലമുറകളിലേക്ക് പടർന്നു വ്യാപിക്കുന്ന ഭയാനകമായ ദോഷങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അനേകം കെടുതികളും കേടുകളും യാതനകളും വേദനകളും എല്ലാം വരുന്നതിൻ്റെ ആദികാരണം നാം തേടി കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിലോ വന്ന പാപമാണ്. പാപം പിശാചിന് ഇടം കൊടുക്കുന്നതിന് നാം തന്നെ തുറന്നു കൊടുക്കുന്ന വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു പോയി. ദൈവത്തിന് അനിഷ്ടമായുള്ളത് അവർ ചെയ്തു. മിദ്യാൻ ആധിക്യം പ്രാപിച്ചു, എതിരാളികൾ ശക്തി പ്രാപിച്ചു, ഇസ്രായേൽക്കാർ ഞെരുക്കാൻ തുടങ്ങി. എന്താണ് ഈ ശത്രുഭീതി മാറാനുള്ള പോംവഴി? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ കൈക്കൊള്ളുക. ഗിദെയോന് ദൈവത്തിൻ്റെ വചനം കിട്ടി, വചനത്തെ ഗിദെയോൻ കൈക്കൊള്ളാൻ തുടങ്ങി. ഒന്നാമത്തേത് ഒബീഡിയൻസ്, വചനമനുസരിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നാളെതുവരെ നിങ്ങൾ എത്ര കണ്ട് തിരുവചനം അനുസരിച്ചിട്ടുണ്ട്? വചനം വള്ളിയും പുള്ളിയും മാറാത്തതാണ്. നമ്മുടെ ഈ ബൈബിളിൽ ദൈവത്തിൻ്റെ ശക്തമായ വചനം നമുക്ക് തരുന്നു. ജീവനുറ്റ വചനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. വചനം നാം വായിക്കുന്നുണ്ട്, വെറുതെ വായിച്ചു പോവുകയാണ്. ഒരു പുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു പോവുകയാണ്. ഈ ബൈബിൾ കേവലം ഒരു പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വർഗീയമായ നിശ്വാസമാണ്. ദൈവാത്മശ്വാസിതമാണ് ഈ തിരുവചനം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം എന്ന് തീമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ശ്വാസമാണ് ഇതിലുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ വചനം. ഈ വചനം ജീവനാണ്. ഈ വചനം ശക്തിയാണ്. ഈ വചനം ആത്മാവാണ്. ഈ വചനം നമ്മുടെ ബലമാണ്. ഈ വചനം നമ്മുടെ പ്രത്യാശയാണ്. ഈ വചനം നമ്മുടെ ധൈര്യമാണ്. ഈ വചനം മരിച്ച് ആത്മാക്കളെ ജീവിപ്പിക്കുന്നതാണ്. മരിച്ചുപോയ പാപത്തിൻ്റെ ശമ്പളമായ മരണം വാഴുന്ന മനുഷ്യാത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ തിരുവചനം. തിരുവചനം ശക്തിയേറിയ വചനം, ആത്മാവിൻ്റെ വചനം. വചനമനുസരിക്കുക അനുഗ്രഹത്തിൻ്റെ ആരംഭം. അങ്ങനെയാണ്. നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? ശത്രുഭീതി മാറിക്കിട്ടണമോ? നിങ്ങളുടെ ഭയവിഹ്വലത ദൂരീകൃതമാകണമോ? അതിനുള്ള പോംവഴി വചനമനുസരിക്കുക. വചനം കേൾക്കാതെ എങ്ങനെ അനുസരിക്കും? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. റോമർക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായത്തിൽ അപ്പോസ്തലനൊരു കാര്യം പറയുന്നുണ്ട്. റോമർ ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം മുതൽ, കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. സഹോദരങ്ങളെ, വിളിച്ചപേക്ഷിക്കണം രക്ഷപ്പെടാൻ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ശാപങ്ങളും ദോഷങ്ങളും മാറുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ജീവിതത്തിൻ്റെ കെടുതികളും കേടുകളും മാറാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അത്യാഹിതങ്ങളും അത്യാപത്തുകളും മാറാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ശത്രുഭീതി മാറുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. എന്നാൽ അപ്പോസ്തലൻ ചോദിക്കുന്നു, അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഉടനെ വീണ്ടും അപ്പോസ്തലൻ ചോദിക്കുന്നു, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വീണ്ടും ചോദിക്കുന്നു, പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും? ദൈവത്തിന് സ്തോത്രം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? എൻ്റെ സഹോദരങ്ങളെ,
ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ ആളുകളെ അയക്കുന്നത്, വചനം പറയുവാൻ പോകുന്നത്, ദൈവത്തിൻ്റെ സ്വർഗീയമായ അരുളപ്പാട് ഭൂമിയിൽ പ്രസ്താവിക്കുന്നത്, ഈ ഭൂമിയിൽ ദൈവീക തിരുവചനങ്ങൾ പ്രഖ്യാപിക്കുന്നത്, അത് വലിയ അനുഗ്രഹമാണ്, വലിയ പദവിയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകം പക്ഷേ പുച്ഛിക്കും, ലോകം പക്ഷേ ഗവനിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രതാപങ്ങൾ പക്ഷേ നമ്മെ കണക്കാക്കിയില്ല എന്ന് വരും. പലപ്പോഴും പരിഹസിക്കുകയും അവഗണിക്കുകയും തുച്ഛീകരിക്കുകയും ചെയ്തു എന്ന് വരും. പക്ഷേ ഒന്നുണ്ട്, ദൈവത്തിൻ്റെ തിരുവചനം പ്രസ്താവിക്കുക, അതൊരു പദവിയാണ്. ദൈവത്തിൻ്റെ തിരുവചനം പ്രഖ്യാപിക്കുക, അതൊരു വലിയ പദവിയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വിളംബരം ചെയ്യുക, അതൊരു മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? വചനം പറയാൻ അയക്കണം. വചനം പറയാൻ, അതിനുവേണ്ടി സത്യവചനം പ്രസ്താവിക്കുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. വിശുദ്ധ കുർബാനയിൽ തുംതേനിൽ നാം കേൾക്കുന്നുണ്ട്, നാം പാടുന്നുണ്ട്, നാം വായിക്കുന്നുണ്ട്, നാം ശ്രദ്ധിക്കുന്നുണ്ട്. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്നവരെ ഉണർത്തണം, അവരെ ഉയർത്തണം, അവരെ ആദരിക്കണം, അവർക്ക് ആവശ്യമുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കണം. സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അയക്കണം, പോരാ. പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? പ്രസംഗിക്കണം, കേൾപ്പിക്കണം. കേട്ടാൽ പോരല്ലോ. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ അനുസരണം വരും, അനുസരിക്കുമ്പോൾ രക്ഷ വരും. ദൈവത്തിന് സ്തോത്രം. ശത്രുഭീതി മാറാനുള്ള പോംവഴി അതാണ്. ശാപങ്ങൾ മാറാനുള്ള പോംവഴി അതാണ്. കുടുംബദോഷങ്ങൾ നീങ്ങാനുള്ള പോംവഴി അതാണ്. മന്ത്രവാദത്തിൻ്റെ ദോഷങ്ങൾ, ആഭിചാരത്തിൻ്റെ ദോഷങ്ങൾ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ദോഷങ്ങൾ, ഭോഷ്കിൻ്റെ ആരാധനയുടെ ദോഷങ്ങൾ, പ്രിയപ്പെട്ടവരെ, പൈശാചികമായ ഭീകരമായ ആരാധനാ സമ്പ്രദായങ്ങൾ മൂലം മനുഷ്യ തതിയിൽ വന്നു ചേരുന്ന ദോഷങ്ങൾ, ഇതെല്ലാം മാറുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, സുവിശേഷം പ്രഖ്യാപിക്കണം. നന്മ സുവിശേഷിക്കുന്നിട കാല് പർവ്വതങ്ങളിന്മേലെത്ര മനോഹരം. ഇത് റോമർ ലേഖനം 10-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്ന ഈ വാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ പറയുന്ന വാക്യമാണ്. ഇതാ പർവ്വതങ്ങളിന്മേൽ നന്മ സുവിശേഷിക്കുന്നിട കാലെത്ര മനോഹരം. യേശുക്രിസ്തുവിൻ്റെ വചനം പറയുന്നത് മനോഹരമാണ്. ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത് മനോഹരമാണ്. ആ കാല്, വചനത്തിന് വേണ്ടി ഓടുന്ന കാല് മനോഹരമാണ്. സഹോദരങ്ങളെ, ഗിദെയോൻ അനുസരിച്ചു, അനുഗ്രഹം തുടങ്ങുകയാണ്. അനുസരിച്ചു. ഗിദെയോൻ അനുസരിച്ചിട്ട് എന്താണ് ചെയ്തത്? നാം പിന്നെ കാണുന്നത് എന്താണ്? നാം വായിക്കുന്നത് അങ്ങനെയാണ്. 27-ാം വാക്യം, 6-ാം അധ്യായം 27-ാം വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം. ഗിദെയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു, അനുസരിച്ചു. ദൈവം കൽപ്പിച്ചതിൽ വള്ളി മാറ്റമില്ലാതെ മുഴുവൻ അപ്പാടെ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കുന്നവരെ കൊണ്ടാണ് ദൈവക്കാലത്തും അത്ഭുതങ്ങൾ നിവർത്തിച്ചിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രഗതികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം, വചനത്തെ മാനിക്കുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നവരിൽ കൂടി ദേശങ്ങൾ ഉണർന്നിട്ടുണ്ട്, ആത്മീയ ഉണർവ് പടർന്നു വ്യാപിച്ചിട്ടുണ്ട്, അനേകം കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഗിദെയോൻ എന്ത് ചെയ്തു? യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ചെയ്തത്? നാം വായിക്കുന്നുണ്ട്, ഗിദെയോൻ ഹോമയാഗം കഴിച്ചു. സാക്രിഫൈസ്. 1 ഒബീഡിയൻസ്, 2 സാക്രിഫൈസ്. ഗിദെയോൻ യാഗം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, യാഗമില്ലാതെ അനുഗ്രഹമില്ല. യാഗം കഴിക്കാതെ അനുഗ്രഹം കിട്ടുകയില്ല. നിങ്ങൾ പേരിന് ഏതെങ്കിലും ഒരു വസ്തു കൊണ്ടുവന്ന് യാഗം കഴിക്കുന്നതല്ല ഈ പറയുന്നത്. എന്നെ തന്നെ യാഗമായി അർപ്പിക്കണം. അതാണ് ഈ യാഗമെന്ന് പറയുന്നത്. 50-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. നിത്യനായ ദൈവത്തിൻ്റെ ആശയം അതാണ്. യാഗം കഴിച്ച് ദൈവത്തോട് വാക്ക് പറഞ്ഞ വിശുദ്ധന്മാർ, അവരിൽ നിന്നുകൊണ്ടാണ് ദൈവം ഓരോ കാലയളവിലും അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളത്. സ്നേഹിതരെ, നിങ്ങൾ യാഗമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരം യാഗമായി അർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് യാഗമായി അർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവ് യാഗമായി അർപ്പിച്ചിട്ടുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഒരു സമർപ്പണമാണ് യാഗം. സാക്രിഫൈസ് ഈസ് എ ഡെഡിക്കേഷൻ. അതൊരു സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണം വേണം. എന്താണ് ഈ സമർപ്പണം? എന്താണ് ഈ യാഗം? എൻ്റേത് വിട്ടുകളഞ്ഞു, എൻ്റേത് തീർന്നു, എൻ്റെ ആത്മീയം താഴെ വയ്ക്കുന്നു, എൻ്റെ ശുശ്രൂഷ താഴെ വയ്ക്കുന്നു, കർത്താവേ എൻ്റെ പ്രാർത്ഥനാ ജീവിതം താഴെ വയ്ക്കുന്നു, എൻ്റെ നേട്ടങ്ങൾ താഴെ വയ്ക്കുന്നു, എൻ്റെ കോട്ടങ്ങളും താഴെ വയ്ക്കുന്നു, എൻ്റെ ജയങ്ങൾ താഴെ വയ്ക്കുന്നു, എൻ്റെ പരാജയങ്ങളും താഴെ വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നല്ലതെന്ന് ഞാൻ കരുതിയത് താഴെ വയ്ക്കുന്നു. പോരാ, എൻ്റെ ജീവിതത്തിൽ തിന്മയായുള്ളതെല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു. കർത്താവേ, എന്നെ തന്നെ ഞാനിതാ യാഗമായി അർപ്പണം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്തോ ഒരു പദവിയാണെന്നോ, തന്നെ തന്നെ അർപ്പണം ചെയ്യുക, ഭാവി മുഴുവൻ യേശുവിൻ്റെ കൈകളിലേക്ക് വെച്ച് മാറുക. ഇതുവരെയും എൻ്റേത് എൻ്റെ കയ്യിലിരുന്നു, അത് ഈ നിമിഷം മുതൽ യേശുവിൻ്റെ കയ്യിലാകുക. പറയാനെന്ത് എളുപ്പമാണല്ലേ പ്രിയപ്പെട്ടവരെ, പറയുന്നത് രസമാണ്. പക്ഷേ ഇത് സ്വന്തം അനുഭവത്തിൽ വരുത്തുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, വളരെ കോസ്റ്റ്ലിയാണ്. ഓരോരോ ടെസ്റ്റ് കേസ് വരുമ്പോൾ കാണാം, ഓരോരോ പരീക്ഷണഘട്ടം വരുമ്പോൾ കാണാം, നാം വാടുന്നത്, നാം ആടുന്നത്, നാം ചെരിയുന്നത്, നാം ചാഞ്ചാടുന്നത്, നാം ചഞ്ചലപ്പെട്ടു പോകുന്നത്. എന്താണ് കാരണം? എളുപ്പമല്ല. ക്രിസ്തീയ ജീവിതം എളുപ്പമല്ല. അത് വളരെ വിലയേറിയതാണ്. സോ കോസ്റ്റ്ലി എന്ന് ഞാൻ പറയട്ടെ, വളരെ വിലപ്പെട്ടതാണ്. കാരണം യാഗം ക്രൂസിലെ യാഗമാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂസിലെ യാഗം മൂലം നേടിയതെന്താണ്? ക്രൂസിലെ പരമയാഗം മൂലം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ് നേടി. തന്നെ തന്നെ ത്യജിച്ചത് മൂലം 33.5 വയസ്സിൽ തന്നെ തന്നെ ക്രൂസിൽ അർപ്പണം ചെയ്യുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് മൂലം മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ് നേടി. ദൈവത്തിന് സ്തോത്രം. അത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. ആരോർത്തു? യേശു ഓർത്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. എന്താണ് സന്തോഷം? അനേകം നരകയോഗ്യരായവർ സ്വർഗാവകാശികളായി മാറുന്നു. അതാണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. വലിയ ആനന്ദം അനേകർക്ക് ലഭിക്കുന്നു. അനേകം കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന അനേകം പേര് രക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അനേകരെ ജീവൻ്റെ പാതയിലേക്ക് തിരിയുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിന് വേണ്ടി തന്നെത്താൻ അർപ്പണം ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ അനുഗ്രഹം കലവറ കൂടാതെ നമ്മിലേക്ക് പ്രവഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, നല്ല ദൂതുകൾക്കായി സ്തോത്രം, നല്ല യേശുവിനായി സ്തോത്രം, നല്ല പരിശുദ്ധാത്മാവിനായി സ്തോത്രം, നല്ല വചനങ്ങൾക്കായി സ്തോത്രം, നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം, നന്മയുടെ വഴിയിലൂടെ നയിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരത്തോടെ വന്നവരുണ്ടല്ലോ കർത്താവേ, ദുഃഖത്തോടെ ആകുലത്തോടെ കണ്ണുനീരോടിരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, എല്ലാവരെയും എൻ്റെ പ്രിയനാഥനൊന്ന് തൊടണമേ, എൻ്റെ അരുമനാഥനൊന്ന് തലോടണമേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും മേൽ അവിടുത്തെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. സഭാഭേദം കൂടാതെ, കക്ഷി പരിഗണന കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ എല്ലാവരെയും യേശുവിന്റെ കൃപയിൽ ഇപ്പോൾ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ, സാന്ത്വനപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ, സമാധാനം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, ശോഭനമായ ഭാവിയിലേക്ക് നയിക്കണമേ. അരിമരക്ഷകനായ ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.